അമ്മായിക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു മുരപ്പനാണെന്ന്? ഏയ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരരസികൻ. അയ്യോ, എന്തേ? ഒന്നുമില്ല. ഏട്ടൻ പറയണത് എനിക്ക് നേരം പോക്കറിയില്ലെന്നാ. പണ്ട് അവൻ വന്നാ പിന്നെ ഇവിടെ ഒരു ബഹളാ. രമണി എന്ന് ഡാൻസ് പഠിക്കുന്നു. രണ്ടാളും കൂടിയാ പിന്നെ ഡാൻസ് ആയി, പാട്ടായി. അമ്മാമയും കൂടും മൃദംഗം കൊണ്ട്. എന്ത് രസായിരുന്നു. രാമൻ ഇപ്പോഴത്തെ പോലെ അല്ല. അന്ന് എന്തൊക്കെ കോമാളിത്തരങ്ങളാ കാട്ടുക. ഞാനും ചില കോമാളിത്തരങ്ങളൊക്കെ ശീലിക്കുകയാണ്. എന്തിനാടി അവനെ ഉപദ്രവിക്കണേ? ഞാൻ അരസികനാണല്ലേ? കണ്ടാലെന്തുവാ, എനിക്ക് അവകാശപ്പെട്ടതാ. അമ്മായി പറഞ്ഞത് കേട്ടല്ലോ, ഏട്ടന്റെ ഏട്ടത്തിടെ കാര്യം. അപ്പൊ ഇതിനു മുമ്പ് അമ്മായി ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുണ്ടാക്കും. മുഖം മുഴുവൻ കുങ്കുമാണല്ലോടി. ഇതെന്താ ഈ പെണ്ണിന്? മാധവി വിശന്നിട്ട് പോയാ പോയി ചോറ് വേണം. ഇതൊന്ന് തിരുമ്മി ഇട്ടിട്ട് വരട്ടെ. ഗോപി, അവളുടെ കോളേജിൽ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞു, പക്ഷെ അത് ഞാൻ ചെയ്താൽ ശരിയാവൂല. ഇതും ശരിയാവില്ല. ഏതാ മാമ? ഞങ്ങൾക്ക് ഇവിടെ പേടി കൂടാതെ ജീവിക്കണം. ഇങ്ങനെ രാവും പകലും കൊട്ടും പകലായിട്ട് നടക്കാൻ പറ്റും. മാമ പറയണത് മനസ്സിലാവണില്ല. നീ മനസ്സിലാക്കണ്ട, ഞാൻ രാമനോട് പറഞ്ഞോളാം. അവന് പെട്ടെന്ന് മനസ്സിലാവും. അവനും ഈ കളരിയിൽ തന്നെയാണല്ലോ അഭ്യസിച്ചത്. ഏതായാലും അധികം താമസിക്കാതെ ഇതൊക്കെ നിർത്തിക്കളയാം. ധൃതി നമുക്കല്ലല്ലോ. മനസ്സിലാവണ്ട. രമണി അവനോട് പറഞ്ഞില്ലേ? ഇപ്പൊ വരും. ശ്രുതിയുടെ കുട്ടി. രമണി, നമ്മുടെ അരിഷ്ട ഒരു 2 ഔൺസിങ് എടുത്തോളൂ. വയറിനൊരു സുഖമില്ല. ഒന്ന് വേഗം ആട്ടെ രമണി. ശ്രുതി, അമ്മായും ദേവിയൊക്കെ വന്ന നീ കണ്ടില്ലേ? ഞാൻ കണ്ടു. ദേവിക്ക് ഒരു പാട്ട് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് നീ പറ്റില്ല എന്ന് പറഞ്ഞോ? ഏട്ടൻ ചെയ്തു കൊടുത്താൽ മതി. സംഗീതം എനിക്ക് എന്തറിഞ്ഞിട്ട്? ഇക്കണ്ട കാലം അത്രയും പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടത്? എന്നും ഇങ്ങനെ ശ്രുതി കിട്ടും ഏറ്റുപാടി നടന്നാ മതിയോ? ഞാൻ തൊട്ടാൽ ഇത് കീർത്തനമാവും. പിടിച്ചോളൂ, നാട്ടെ ആയിക്കോട്ടെ. ലളിതഗാനല്ലേ, കുറച്ച് സങ്കലനമൊക്കെ ആവാം. കണ്ടപ്പോഴേ എനിക്ക് തോന്നി പൊടി പെശ കാണുന്നു. വെളിച്ചെണ്ണ മോറെ ഒന്ന് സംസാരിച്ചു എന്ന് വെച്ച് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? സംസാരിച്ചോട്ടെ, പ്രസാദം കൊടുക്കുക, അത് വാങ്ങി തൊടുക. എന്തിനത്? പ്രസാദം അമ്പലത്തിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ അമ്പലത്തിൽ വരുന്ന പെൺകുട്ടികളോട് സംസാരിക്കാനാണോ? തൊഴാനല്ലേ? എന്താ ഒരു ചിരിയും കുഴഞ്ഞാട്ടവും? ചെറുപ്പക്കാരനാണെങ്കിൽ മനസ്സിലാക്കാം, ഇതൊരു മുതുക്കൻ. അകത്തേക്ക് വരൂ. വേണ്ട,
എന്താ ഇതിന്റെ അർത്ഥം? ഏതിന്റെ? എന്താന്ന് എനിക്കറിയില്ലേ? കഥകളി കാണിക്കുന്ന കണ്ടു. സോറി. സോറി. അയൽവക്കത്ത് വന്ന് വൃത്തികേട് കാണിച്ചാണ്ടല്ലോ ഈ ശരീരം കൊണ്ട് താൻ ഇവിടുന്ന് പോവില്ല. ഭയപ്പെടുത്തുകയാണോ എന്നെ? അത് വേണ്ട. എന്തുദ്ദേശാ നിങ്ങൾ ഈ പ്രേമനാടകം കളിക്കുന്നത്? ചതിക്കാനോ അല്ലെങ്കിൽ നേരം പോക്കിനോ? നേരമ്പോക്കായിരുന്നു. അവൾ ഓമയാണെന്ന് അറിയുന്നവരെ. ഇപ്പൊ ഞാൻ സീരിയസ് ആണ്. അതെ, എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. എല്ലാം ഞാൻ രാധയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ കുറവായി തോന്നുന്നില്ലെങ്കിൽ ഞാൻ അച്ഛനെ കത്തയച്ചു വരുത്താം. എന്തു പറയുന്നു? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഓൾ റൈറ്റ്, ആലോചിച്ചോളൂ. മറുപടി അനുകൂലമല്ലെങ്കിലും എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാനിവിടെ താമസിക്കില്ല. ഐ എം സോറി വിജയൻ. സോറി. അവള് സംസാരിക്കില്ല എന്ന് അറിയുമോ അയാൾക്ക്? ആ, അറിയും. ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ. എത്ര ലക്ഷം ചോദിച്ചു? അതൊന്നും പറഞ്ഞില്ലേ? വിലപേശലൊക്കെ ബന്ധുക്കളെ ഏൽപ്പിച്ചിരിക്കാവൂലേ? അങ്ങനെ ഒരാളായിട്ട് തോന്നിയില്ല. എന്നാ സഹതാപം കൊണ്ടായിരിക്കും. അത്തരക്കാരെയാണ് എനിക്ക് ഏറ്റവും ഭയം. ഒരിക്കൽ വന്നൂലോ ഒരുത്തൻ സഹതാപം കൊണ്ട്. മോതിരം മാറ്റം വരെ കഴിഞ്ഞപ്പോഴാണ് പ്രായോഗിക ജീവിതത്തെ പറ്റി അയാൾക്ക് ഓർമ്മ വന്നത്. അണയിച്ച മോതിരം ഊരി കൊടുക്കുമ്പോ എന്റെ കുട്ടി എന്നെ ഒരു നോട്ടം നോക്കി. ഈശ്വര, അന്ന് പട്ടി കരയണ പോലെ നീ കരഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ ഉണ്ടായിന്ന് വെച്ച് എപ്പോഴും അങ്ങനെ വരുമോ രാമ? ആ, വരാതിരുന്നാ മതി. ഏതായാലും അയാളുടെ ബന്ധുക്കളോട് വരാൻ പറയാം, അല്ലേ അമ്മേ? 2ാം ഘട്ട. അങ്ങനെ ഒരു സങ്കടമുണ്ട്. 2ാം ഘട്ടെങ്കിൽ 2ാം ഘട്ട് കഴിഞ്ഞു പോകുമല്ലോ. അവളുടെ ഇഷ്ടവും ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചു, അവൾക്ക് ഇഷ്ടമാണ്. സത്യം പറയാലോ, ഇവൻ ഇക്കാര്യം വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും സമ്മതം ഉണ്ടായില്ല. ഇപ്പോഴും സമ്മതം ഉണ്ടായിട്ടല്ല. ഇതാണ് അവന്റെ യോഗം, അത് നടക്കട്ടെ. കർമ്മഫലം. ഇവന്റെ ആദ്യത്തെ കല്യാണം നിശ്ചയത്തിന്റെ അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കാക്കട്ടിയും മുമ്പിൽ പെടഞ്ഞു വീടി ചത്തു. ഇലക്ട്രിക് കമ്പി തട്ടിയതാ. അപ്പോഴേ ഞാൻ പറഞ്ഞു ഈ കല്യാണം വേണ്ടാന്ന്. കേട്ടില്ല. എന്നിട്ട് എന്തുണ്ടായി? അതുപോലെ ഷോക്കടിച്ച് മരിച്ചില്ലേ അവള്. ഈ ജാതകം നിമിത്തം ശകുനം എന്നൊക്കെ പറയണതേ നുണയൊന്നുമല്ല, സത്യ. എന്തേ? അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോ എന്താ വിഷയത്തിലേക്ക് കിടക്കാനുള്ളത്? പെണ്ണിനെ കണ്ടു, ആ ചടങ്ങ് കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് ഒരു തീയതിയൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അതിനായിട്ടൊരു ചടങ്ങ് വേണ്ട. ഒരു ജ്യോത്സ്യനെ കണ്ട് അതങ്ങോട്ട് ഉറപ്പിക്കാം. കുഞ്ഞിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുന്നല്ലേ നല്ലത്. ജനാർദ്ദൻ നായർ അത്ര ചെറ്റയൊന്നും അല്ലടോ. നിങ്ങളുടെ പൊന്നും പണം കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് ജീവിക്കാൻ. നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. കുറെ പൊന്നും പണവും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഊമയല്ലാണ്ടാവില്ലല്ലോ. അച്ഛൻ എന്തായി പറയുന്നേ? കാര്യം പറയുന്നത് എന്തിനാടാ പേടിക്കണേ? അല്ലേ രാമാന്നാര്? അതെ. ഇനിയിപ്പോ വിശേഷിച്ചൊന്നും പറയാനില്ലല്ലോ. നാളെ തന്നെ ജ്യോത്സ്യനെ കണ്ട് തീയതി നിശ്ചയിക്കാം. ആ വിജയ, അമ്മയോടെ ഇളയമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. ഒരിടത്ത് എന്ന് പെട്ടാൽ അവിടെ പിന്നെ താമസാക്കും. ദീപാരാനിക്കുമ്പോ എനിക്കങ്ങ് എത്തണേ. ഇന്നൊരാശ്വാസം. രാധയുടെ കാര്യം എന്റെ വലിയൊരു വേദനയായിരുന്നു. അത് കഴിയണു. രാമേട്ടന് ഇതില്ലാതെ പറ്റണില്ലല്ലേ? ഈയിടെയായിട്ട് എന്നുണ്ടല്ലോ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചിരിക്കുക. തുടങ്ങി കണ്ണീര്. എടോ, ഇന്നൊരു സന്തോഷമുള്ള ദിവസല്ലേ? താനിങ്ങോട്ട് വരിക, പറയണ കേക്ക് രമണി. അങ്ങോട്ടിരിക്ക. ഇതല്പം കഴിച്ചാൽ നശിക്കും തന്നോട് ആരാ പറഞ്ഞത്? അല്പം കഴിച്ചിട്ട് പാടാൻ എന്താ സുഖമെന്നറിയോ? സ്വരമൊക്കെ അങ്ങോട്ട് തെളിയും. ലഹരി കഴിച്ച് നശിച്ച പലരുടെയും കഥ രാമേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ രാമേട്ടനും. താൻ കരയല്ലേ? എന്തിനാ വെറുതെ എന്നെ വിഷമിപ്പിക്കണത്? സംഗീതം തന്നെ ഒരു ലഹരിയാണ്. ആ ലഹരി അനുഭവിച്ചവൻ ഈ ലഹരിയിൽ മുങ്ങില്ല. അധികം ആവരുന്നേ ഉള്ളൂ. അധികം ആയാൽ അമൃതം വിഷം.
അധികമാവണില്ല എന്ന് ഉറപ്പിച്ച് പറയാമോ? ഓ പിന്നെന്താ പറയാലോ. ആ. നീ പണിക്കരടുത്ത് പോയില്ലേ? പോയി വരികയാണ് ഏട്ടൻ. ഞാൻ വിശ്വസിക്കാമോ ഞങ്ങൾക്ക്? ഇനി ഞാൻ ആരെ പിടിച്ചാ സത്യം ചെയ്യേണ്ടത്? സത്യമൊന്നും ചെയ്യണ്ട. ഏട്ടന് നല്ല ഉറപ്പുണ്ടായാ മതി. എനിക്ക് നല്ല ഉറപ്പാ, ഇനി തൊടില്ല. പോരെ? ആ നീ പോയ കാര്യം എന്തായി? തീയതി നോക്കിച്ചു. 30-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിയും. 30-ാം തീയതി തന്നെ ആയിക്കോട്ടെ. 30-ാം തീയതി ഇന്നലെ നമ്മൾ ജനാർദ്ദൻ നായരോടും പറഞ്ഞത്. അതെ, അത് മാറിയിട്ട് ഇനി അയാൾക്കൊരു ലക്ഷണക്കേട് തോന്നണ്ട. ആ. രാമനത് എവിടെ പോയി കിടക്കുക? പുറത്താ ഗോവിന്ദമനന്റെ കുറിപ്പിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്ന ഞാൻ കണ്ടത്. കുഞ്ഞുണ്ണി എവിടെ? അവൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ശ്രുതി മൈക്കോൺ ചെയ്തേ, പൊക്കിക്കോ, തട്ടം പൊക്കിക്കോ. കച്ചേരി കഴിഞ്ഞ് വരാൻ നേരായോ? ഇല്ല, മണി 11 ആവണേ ഉള്ളൂ. പിന്നെ ആരാണാവോ ഈ സമയത്ത്? എന്താ പറ്റിയത്? കച്ചേരി നടന്നില്ലേ? അച്ഛനും ഗോപി എവിടെ രാമേട്ടാ? എന്താ ഉണ്ടായി? അവരൊക്കെ എവിടെ രാമേട്ടാ? രാമ, ഒന്ന് പറയ്, എന്റെ മോൻ എന്താ പറ്റിയേ? അമ്മയുടെ മോനൊന്നും പറ്റിയിട്ടില്ല. അവനിപ്പോ പാടി തകർക്കമുണ്ടാവും. അപ്പോ ഇന്ന് നീ എന്താ പാടാതിരുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ തോറ്റുപോയി. എല്ലാരും കൂടെ എന്നെ തോൽപ്പിച്ചു. രാമേട്ടൻ കുടിച്ചു അല്ലേ? ചതിയിൽപ്പെട്ടുപോയി. വാക്ക് പാലിക്കാൻ രാമന് പറ്റിയില്ല. എന്താ രാമ? എന്താ രമണി ഞാൻ ഈ കേക്കണേ? അയ്യന്നൂർ ദേവനാരായണൻ നമ്പൂതിരിയുടെ മകന കുടിക്കുക, എന്നിട്ട് കച്ചേരി പാടാൻ പറ്റാതെ ആളുകൾ കൂക്കി വിളിക്കുക. ശിവ ശിവ, ഇതൊക്കെ കാണാനും കേൾക്കാനുമാണോ ദൈവം എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അച്ഛൻ ഉണ്ടായിരിക്കണം. കൊല്ലും.
അതാ ഉണ്ടാവുക. ഒരിക്കൽ ഞാൻ കണ്ടു നിൽക്കുക, കച്ചേരി ഏൽപ്പിക്കാൻ വന്ന ഒരുത്തൻ കുടിച്ചിട്ട് വന്നതിന് ചെകിട്ടത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. പഴം പുരാണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ തല്ലുകയോ ശാസിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ നമുക്ക് കരഞ്ഞു പറയാന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഞാനും ഏട്ടത്തി ആവുന്നത്ര പറഞ്ഞിട്ടുണ്ട്. എത്ര കാലായി അവൻ ഇത് തുടങ്ങിയിട്ട്? കുറെ കാലായി. ഈ അരിഷ്ടം എന്ന് പറഞ്ഞ് സേവിക്കണത് വേറൊന്നുമല്ല. ഭഗവാനെ, അവൻ ഉണർന്നോ രമണി? ഓ, എന്തു പറഞ്ഞു അവൻ? ഇന്നലെ രാത്രി കുറെ കരഞ്ഞു. ഇനി മരിക്കാ ഭേദമൊന്നും പറഞ്ഞു. ചെല്ലടാ, നേട്ടനോട് മാപ്പ് പറയും. മാപ്പ് പറയാം, പക്ഷെ എന്ത് തെറ്റാ ഞാൻ ചെയ്തെന്നൂടെ പറയും. ആളുകൾ ബഹളം ഉണ്ടാക്കി പരിപാടി മുടങ്ങുന്നു തോന്നിയപ്പോഴാണ് ഞാൻ കയറി പാടിയത്, അല്ലാതെ എനിക്ക് ആളാവാനൊന്നും അല്ല. എന്തായാലും അവൻ നടത്തണ കച്ചേരി ആരുടെ അനുവാദം ഇല്ലാണ്ട് നീ കയറി പാടിയില്ലേ? അത് തെറ്റ് തന്നെയാ. കലയ്ക്കും സംഗീതത്തിനും മാത്രമല്ല, ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാ. ആളുകൾ ബഹളം ഉണ്ടാക്കിയാലും കച്ചേരി മുടങ്ങിയാലും ഞാൻ കയറി പാടാൻ പാടില്ലായിരുന്നു അല്ലേ? ഏട്ടന്റെ സമ്മതം ഇല്ലാണ്ട് പാടില്ലായിരുന്നു. നീ ജോലി ചെയ്യുന്നിടത്ത് നിന്റെ കസേരയിൽ നിന്റെ ശിവായി കയറി എന്ന് ജോലി ചെയ്താൽ നീ സഹിക്കുമോ? സർക്കാർ ജോലിയിൽ അതൊരു വലിയ കാര്യമല്ലായിരിക്കും, പക്ഷെ കലയിൽ അതൊരു വലിയ കാര്യമാ. ഗുരുത്വമുണ്ടാവണം, വേണ്ടേ? ഏട്ടാ, അരുത്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നലെ കച്ചേരി ഗംഭീരമായിരുന്നു എന്ന് കേട്ടു. മോശമായില്ല. ഏട്ടന്റെ കാൽ തൊട്ട് വണങ്ങി എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ചാൽ. ഏയ്, അതിലൊക്കെ എന്തർത്ഥം? എനിക്ക് ആദ്യമായി കിട്ടുന്ന അംഗീകാരം ഇത് ഏട്ടന് അവകാശപ്പെട്ടതാണ്. ഇത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഇനിയിപ്പോ എന്റെ ഒരു അനുഗ്രഹത്തിന്റെ ആവശ്യം എന്താണ്? അത് നീ തന്നെ വെച്ചോളൂ. ഇവിടെ എന്റെ അലമാരിയില് പൊന്നാട വെക്കാൻ ഇടവില്ലാണ്ടിരിക്കുക. എന്നെ നിഷേധിക്കുകയാണല്ലേ? എന്റെ ഗുരുവും പിതാവും ഒക്കെ ഏട്ടനാണ്. അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു മാപ്പ് തരണം. മാപ്പോ? അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എല്ലാരും പറഞ്ഞപ്പോ എനിക്ക് തോന്നിയില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു. ആളുകൾ ബഹളം വെച്ചപ്പോ ഏട്ടന്റെ താളവും ശ്രുതിയും പിഴയ്ക്കണത് കണ്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഞാൻ പാടിപ്പോയതാണ്. നന്നായി. അവസരം പാഴാക്കാതിരുന്നത് വളരെ നന്നായി. അവനെ വിജയമുള്ളൂ, അത് തെറ്റല്ല. പണ്ട് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോ വില്ലും ശരവും താഴെ വെച്ച് മണ്ണിൽ പൂണ്ടുപോയ രഥചക്രം ഉയർത്തുന്ന കർണനെ ചൂണ്ടി കൃഷ്ണൻ പറഞ്ഞു, ഇതാണ് അവസരം. ആ അവസരം പാഴാക്കാതിരുന്നു എന്നുള്ളതാണ് അർജുനന്റെ വിജയം. നീ ജയിച്ചു, ഞാൻ